إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. പ്രിയങ്കരായ സഹോദരങ്ങളെ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ അകലം അനുസരിക്കുവാനും അവകളെ എല്ലാ നിലയ്ക്കും പ്രായോഗികവൽക്കരിക്കുവാനും അല്ലാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി അവസാന നിമിഷം വരെ ജീവിക്കുവാനും അവൻ്റെ പൊരുത്തത്തിലേക്ക് കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 20ാമത്തെ സൂറത്താണ് സൂറത്തു ത്വാഹ. അതിൻ്റെ തുടക്ക ഭാഗം നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ത്വാഹ എന്നുള്ളത് ഹുറൂഫുൽ മുഖത്തഅത്താണ്. അതിന് പ്രത്യേകമായ ഒരു അർത്ഥം കണ്ടെത്തുക നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കിയിട്ടുമില്ല. രണ്ടാമത്തെ ആയത്ത് പരിശോധിച്ചു നോക്കിയാൽ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശ. ഇതാണ് 2-3 ആയത്തുകൾ വ്യക്തമാക്കുന്നത്. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവതീർണമായ വിശുദ്ധ ഖുർആന്റെ ഭാഗമായി നാം ഓരോരുത്തരും മാറുമ്പോൾ അതെന്നോടാണ് പറയുന്നത് എന്ന ബോധത്തോടു കൂടി ആയിരിക്കണം അതിലെ ഓരോ ആയത്തുകളോടും നാം പ്രതികരിക്കേണ്ടത്. എങ്കിൽ അല്ലാഹു എന്നോട് പറയുന്നു, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. ഒരുപാട് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അകപ്പെടാൻ വേണ്ടിയിട്ടല്ല അല്ലാഹു താങ്കൾക്ക് മേൽ ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമതായി പറഞ്ഞു, ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശ. ഖുശൂഉള്ള ആളുകൾക്ക് ഇതൊരു ബോധനമാണ് എന്ന് ബോധ്യപ്പെടുത്തി. ആയത്തിനെ നേർക്കുനേരെ മനസ്സിലാക്കിയാൽ ഖുശൂ' ഇല്ലാത്ത ആളുകൾക്കൊരിക്കലും ഇതൊരു ബോധനമാകാൻ സാധ്യതയില്ല എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പൊ ഇവിടെ അല്ലാഹു ബോധ്യപ്പെടുത്തിയ ചില കാര്യങ്ങളാണ്. ഒന്നും ബുദ്ധിമുട്ടാൻ വേണ്ടിയിട്ടല്ല അല്ലാഹു ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും മുസ്ലിം സമുദായം ഇതൊരു ബുദ്ധിമുട്ടായി കാണുന്നുണ്ടോ എന്നുള്ളതാണ്.
ഖുർആൻ എന്താണ്, എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിലടങ്ങിയിട്ടുള്ളത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളാണ്, അള്ളാഹുവിന്റെ വിധി വിലക്കുകളാണ്. മതമെന്ന് കേൾക്കുമ്പോൾ തന്നെ തങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും നിഷേധിച്ച് തങ്ങളുടെ എല്ലാ താല്പര്യങ്ങളെയും ഇല്ലാതാക്കി നശിപ്പിച്ച് ഒരു നിർജീവമായ ഒരു ജീവിത പശ്ചാത്തലത്തിലേക്ക് തങ്ങളെ ഒതുക്കി കെട്ടുന്ന ഒരു സമ്പ്രദായമാണ് എന്നുള്ളൊരു ധാരണ പൊതുവിൽ ജനങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ചും പുതിയ തലമുറകൾക്ക് അത് കൂടുതലാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിന് കാരണം ഖുശൂ ഇല്ലാത്തതാണ് എന്ന് പൊതുവിൽ പറയൽ നമ്മെ കൊണ്ട് സാധ്യമല്ല. കാരണം വസ്തുതകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒന്ന് പറയാൻ നമ്മെ അത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഖുശൂ ഇല്ലാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെന്നോ അല്ലെങ്കിൽ ഭക്തിയിൽ അധിഷ്ഠിതമായ ഒരു താല്പര്യമില്ലാത്തവരെന്നോ ഭക്തിയിൽ വിലയം പ്രാപിക്കാൻ കഴിയാത്ത ആളുകളെന്നോ ഇങ്ങനെ കുറേ വിശദീകരണങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയും. എന്തായാലും ഖുശൂഇന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ആസ്വാദ്യകരമായ രൂപത്തിൽ അത് ചിലപ്പോൾ നമസ്കരിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ ദുആ ചെയ്യുമ്പോഴാകാം, അല്ലെങ്കിൽ ദിക്റുകളിൽ വ്യാപൃതരായിരിക്കുമ്പോഴാകാം. ഈ സമയത്തൊക്കെ മനുഷ്യൻ ആഗ്രഹിച്ചിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ, ബോധപൂർവമാണ് അത് ചെയ്യുന്നതെങ്കിൽ, വല്ലാത്തൊരു ആസ്വാദനത്തിന്റെ തലങ്ങളിലൂടെ അവരുടെ മനസ്സുകൾ സഞ്ചരിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ അത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റമദാൻ മാസം വിട പറഞ്ഞു പോവുക എന്നുള്ളത് ഖുശൂ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമേറിയ ഒരു സംഗതിയാണ്. ധാരാളം വിധിവിലക്കുകൾ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് റമദാൻ മാസം. എന്നിട്ട് പോലുമാണ് പകൽ സമയത്ത് ആഹരിക്കാൻ കഴിയില്ല, പാനം ചെയ്യാൻ കഴിയില്ല. അതുപോലെ മറ്റുള്ള പല ഹലാലുകളും ഹറാമായി മാറുന്ന പകലുകളൊക്കെയാണ് വിശുദ്ധമായ റമദാൻ മാസത്തിലുള്ളത്. അതിന്റെ രാവുകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത്ഭുതം തോന്നുന്ന കാഴ്ചകളാണ്. അതായത് ഉറങ്ങാതെ ഖുർആനുമായി ബന്ധപ്പെട്ട ആളുകൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. രാത്രി 2 മണിയാകുമ്പോഴും ഖുർആൻ ക്ലാസും ചർച്ചയായിട്ട് ഇവിടെ സജീവമാണ്. അപ്പൊ ഈ 2 മണിക്കും ഉറക്കമൊന്നുമില്ലാതെ വളരെ സജീവമായി ഖുർആനുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ കാഴ്ചകൾ നമുക്ക് പല പള്ളികളിലും പോയാൽ കാണാൻ കഴിയും. അത് കേവലം 27 എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ മാത്രം ലൈലത്തുൽ ഖദ്ർ എന്നുള്ളൊരു ചിന്ത ഒതുക്കി വെച്ച് ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന പള്ളികൾ ഒഴികെയുള്ള പള്ളികളിലെല്ലാം 10 മുതൽ അവസാനത്തെ 10, അതായത് 21ാമത്തെ നോമ്പ് രാവ് മുതൽ സജീവമാണ്. ആളുകൾക്ക് ഉറങ്ങേണ്ട ആവശ്യമില്ല, ഉറക്കമില്ലാഞ്ഞിട്ടാണ്. നല്ല ഉറക്കമുണ്ട്. പകലന്തിയോളം ഒരുപാട് പ്രയാസപ്പെട്ട് ജോലികൾ ചെയ്ത് ക്ഷീണിച്ചു വന്നവരാണ്. പക്ഷെ എന്തോ ഒരു ആസ്വാദനം അവരെ പിടികൂടിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ആസ്വാദനത്തിലൂടെ മുന്നേറണം എന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം, അള്ളാഹുവുമായിട്ട് ഇങ്ങനെ സംവദിച്ചുകൊണ്ടേയിരിക്കാനുള്ള മനസ്സിന്റെ വല്ലാത്തൊരു പ്രേരണ, അതുമൂലം എന്ത് ചെയ്യുന്നു, ഈ ഇബാദത്തുകളിൽ, ഖുർആനുമായി ബന്ധപ്പെട്ട ദിക്റുകളിൽ, മറ്റുള്ള ഔറാദുകളിൽ, അതുപോലെ തന്നെ നമസ്കാരങ്ങളിൽ, മറ്റുള്ള സമയത്ത് പ്രഭാതത്തിൽ നമസ്കാരത്തിന് വേണ്ടി ഒരുപാട് പണിപ്പെട്ട് എഴുന്നേൽക്കുന്ന ആളുകൾ രാത്രിയിൽ ഇവിടെ 2 അല്ലെങ്കിൽ 1 മണിക്കൂറോ ഉറങ്ങിയതിനു ശേഷം എഴുന്നേറ്റിട്ട് ഖിയാമുൽ ലൈൽ പങ്കെടുക്കുന്നു. ഇതൊക്കെ അത്ഭുതകരമായ കാഴ്ചകളാണ്. സാധാരണ നിലയ്ക്ക് ഒരു മനുഷ്യരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ്. ഇതെന്ത് കൊണ്ട് എന്നുള്ളൊരു അന്വേഷണം മനഃശാസ്ത്രപരമായി നമ്മൾ നടത്തിയാൽ മാനസികമായി ഏതോ ഒരു അനുഭൂതിയുടെ തലങ്ങളിലേക്കോ ആസ്വാദനങ്ങളുടെ തലങ്ങളിലേക്കോ ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സുകൾ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഇവരോട് ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ ഈ പരിപാടിയെല്ലാം നിർത്തണം, ഇനി ഇത് അനുവദിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് എന്തുമാത്രം വിഷമത്തിലാവുമെന്നറിയോ? അവരതിനോട് ചിലപ്പോൾ വൈകാരികമായി പ്രതികരിച്ചു എന്ന് വരും. ഇതിൽ നിന്ന് ഞങ്ങളെ തടയാൻ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ വൈകാരികമായി ഒരല്പം ദേഷ്യത്തോടുകൂടി പ്രതികരിച്ചു എന്ന് വരാം. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇഷ്ടപ്പെട്ട് വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ അമലുകളാണ്. അപ്പൊ ഇതിലൊക്കെ എന്താണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളത് കൊണ്ടല്ല, ഇത് ആസ്വദിക്കുന്നു എന്നുള്ളതിന്റെ നല്ല ഉദാഹരണങ്ങളാണ്. ആരും ഉപദേശിക്കേണ്ട കാര്യമില്ലല്ലോ.
ആരെങ്കിലും തലേ ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇനി മുതൽ 21-ാം രാവ് മുതൽ എല്ലാവരും ഇരിക്കണം, ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തണം, ഖുർആൻ പഠിക്കണം, ഖുർആൻ പാരായണത്തിൽ വ്യാപൃതരാകണം, അല്ലെങ്കിൽ നിങ്ങൾ രാത്രി നമസ്കാരങ്ങൾ പങ്കെടുക്കണം എന്നാരെങ്കിലും ഇവരെ ഉപദേശിച്ചിട്ടാണോ? ഒന്നുമല്ല. ഒരു ഉപദേശം പോലും ആവശ്യമില്ലാത്ത ഒരു പ്രവർത്തനമായിട്ടാണ് പലപ്പോഴും ഇത്തരം അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് 1-2 ചെറിയ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ കിട്ടിയിട്ടുണ്ടാവും, അത്രമാത്രം. അതിനപ്പുറം സ്വന്തം താല്പര്യമാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ, അത്ഭുതകരമായ ഈ ഒരു അവസ്ഥ പല ആളുകളിലും സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു മറുപടി മാത്രം: ഖുശൂ ആണ്. ഖുശൂ എന്ന് പറഞ്ഞാൽ ആത്മീയമായ, അനിർവചനീയമായ, നിർവചിക്കാൻ കഴിയാത്ത ഒരു ആസ്വാദ്യ തലങ്ങളിലേക്ക് ഇവർ സഞ്ചരിക്കുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് ഇതിനോട് ഇവർ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഖുശൂ ഉള്ള ആളുകൾക്ക് മാത്രമുള്ള തദ്കിറയാണ്, അഥവാ ഉത്ബോധനമാണ് ഖുർആൻ എന്നാണ് സൂറത്ത് ത്വാഹയിലെ 3-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധിപ്പിക്കുന്നത്. ഇതാരെയും ഇടങ്ങേറാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ആരെയും ബുദ്ധിമുട്ടിക്കാനുള്ളതുമല്ല. പക്ഷെ പലപ്പോഴും ഇതൊരു ബുദ്ധിമുട്ടിക്കലാണെന്നോ ഇതൊരു ഇടങ്ങേറാക്കലാണെന്നോ, അല്ലെ നിർബന്ധപൂർവം ആരൊക്കെയോ നമ്മളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന കുറെ കർമ്മങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇത് നടത്തുന്നത് എന്നുള്ള തെറ്റായ ധാരണ നമുക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 100% പ്രചരിച്ചിട്ടുണ്ട്. കാരണം നിർബന്ധപൂർവം അത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ പലപ്പോഴും അശാസ്ത്രീയമായ രൂപത്തിൽ നടപ്പിൽ വരുത്തുന്ന ഒരു സമ്പ്രദായം മുസ്ലിം സമൂഹത്തിലുണ്ട്. കാരണം നമസ്കാരത്തിന്റെ ആസ്വാദനം എന്താണെന്ന് അറിയില്ല, പക്ഷെ നമസ്കരിച്ചേ പറ്റുള്ളൂ. ആ വിഷയത്തിൽ ഒരുതരം വാശി. അപ്പൊ പലപ്പോഴും ഇവിടെ ഖുർആൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നമസ്കാര പരിശീലനം കഴിയുമ്പോൾ ആ ഒരു പരിശീലനത്തിൽ ഏർപ്പെട്ട ആളുകൾ, അത് ചിലപ്പോൾ 6 മാസത്തിന് മുകളിൽ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനമാണ് നമസ്കാര പരിശീലനം. അതിലെന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് ഖുശൂഅോടുകൂടി നമസ്കരിക്കാം. അപ്പൊ അതിൽ കുറേ കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്നു. ഈ പരിശീലനമൊക്കെ കഴിയുമ്പോൾ പഠിതാക്കൾ അത്ഭുതത്തോടു കൂടി, പഠിച്ചവനെ ഇതായിരുന്നോ നമസ്കാരം, ഇത്രയും കാലം ഞങ്ങളിത് നിർവഹിച്ച് യാന്ത്രികമായിട്ടാണ്, യാതൊരു ആസ്വാദനം അതിലില്ലായിരുന്നു. ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു തരം അസ്വസ്ഥത. പള്ളിയിൽ പോകണമല്ലോ, ഒരു നിർബന്ധ ബാധ്യതയാണല്ലോ എന്ന ബോധത്തോടു കൂടി, വലിയ താല്പര്യമൊന്നും ഇല്ലാതെ അസ്വസ്ഥതയോടുകൂടി ആളുകൾ നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ആ പള്ളിയിലേക്ക് പോവുക, സുന്നത്ത് നമസ്കാരങ്ങൾ പങ്കെടുക്കുക, ഇനി ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ രൂപത്തിൽ ഇമാമ് മുന്നോട്ട് പോകുന്നില്ല, ഇമാമിന് കുറച്ച് സ്പീഡ് കൂടുതലാണെങ്കിലും സുന്നത്ത് നമസ്കാരത്തിൽ ഞങ്ങളത് പരിഹരിച്ച് ആസ്വദിക്കാറുണ്ടെന്ന് അനുഭവസ്ഥരായ ആളുകൾ പറയുമ്പോൾ എന്താണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കുട്ടിക്കാലം മുതലേ ഇത് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നുള്ള നിലയ്ക്ക് നമ്മളതിനെ ആ രൂപത്തിലായിരുന്നു ഇത് നിർവഹിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, അത്തരം ഒരു നിർവഹണത്തിന്റെ പരിശീലനമായിരുന്നു കുട്ടിക്കാലം മുതൽക്ക് തന്നെ കൊടുത്തിരുന്നതെങ്കിൽ ഈ നമസ്കാരത്തിന് വേണ്ടി വല്ലാതെ നമ്മൾ ബഹളം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈ നമസ്കാരത്തെ കുറിച്ചുള്ള പഠനങ്ങൾ തന്നെ അസ്വസ്ഥതകൾ നിറഞ്ഞ, ശിക്ഷകൾ നിറഞ്ഞ, മനപ്രയാസങ്ങൾ നിറഞ്ഞ അത്തരം ഒന്നാക്കി നമ്മൾ മാറ്റിയതിൻ്റെ ഒരു അസ്വസ്ഥത സ്വാഭാവികമായും സ്വതന്ത്രരാകുന്ന സമയത്ത് നമ്മുടെ യുവതലമുറ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും ഓടി അകലുകയാണ്. കാരണം അവർക്ക് കിട്ടിയ പരിശീലനം എന്താണെന്ന് വെച്ചാൽ നമസ്കാരം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്, അതിലൊരു ആസ്വാദനമില്ല. ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്തതിൻ്റെ 10 വർഷത്തെ അനുഭവം വെച്ചിട്ട് പറയാം. PT പീരീഡ് എന്ന് പറയുന്ന, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പീരീഡ് പൊരിവെയിലത്ത് പൊടിയും മണ്ണും ഒക്കെ നിറഞ്ഞ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി കുട്ടികളെ കളിപ്പിക്കാൻ ആരും ഉപദേശിക്കേണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു പീരീഡിൽ ഈ പൊരിവെയിലത്തേക്ക് കുട്ടികളെ ഇറക്കാതിരുന്നാൽ അത് അവരോട് ചെയ്യുന്ന വലിയൊരു അതിക്രമമായിട്ടാണ് അവർ കാണുക. നമ്മളൊരു തണലത്തേക്ക് മാറിയിരുന്നിട്ട് ഈ കുട്ടികളുടെ കളി നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇവരെങ്ങനെയാണ് ഇത് സഹിക്കുക എന്നുള്ളതാണ്, അല്ലെ എങ്ങനെയാണ് ഈ കളിക്കുന്നത് എന്നുള്ളതാണ്. പൊരിവെയിലത്താണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പൊരിവെയിൽ എന്നുള്ളൊരു പ്രശ്നമല്ല, അവിടുത്തെ പൊടി പ്രശ്നമല്ല, മണ്ണ് പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. അവർ കളിയുടെ ലഹരിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ വലിയ ത്യാഗം ചെയ്യാൻ ആ കുട്ടികൾ തയ്യാറാവുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൽ ആസ്വാദനം ഉള്ളത് കൊണ്ടാണ്. ആസ്വാദനം ഉള്ള കാര്യങ്ങളിലേക്കെല്ലാം ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് പിന്തിരിയാൻ ആളുകൾ തയ്യാറാകുന്നില്ല. അതിൽ തന്നെ ഒരു തരം അഡിക്ഷൻ ബാധിക്കും. പിന്നീട് ആസ്വാദനം ഇല്ലാത്ത മേഖലയിലേക്കോ ആർക്കും താല്പര്യമില്ല.
അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ഷാ എന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിജയിച്ച ഒരു വിഭാഗം ആളുകളാണ് മുഅ്മിനീങ്ങൾ. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരത്തിൽ അവർക്ക് ഈ പറഞ്ഞ ഖുശൂ ഉണ്ടെന്ന് പറഞ്ഞു. ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. അപ്പൊ പറഞ്ഞു വന്ന വിഷയം ഖുർആനും ഇതുപോലെയാണ്. ഖുർആനുമായിട്ട് ആത്മബന്ധം പുലർത്തിയിട്ടുള്ള ഖുർആനിക രംഗത്ത് ഖുശൂ, അതായത് ആത്മീയത അനുഭവിക്കാൻ ആസ്വദിക്കാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടും. പടച്ചവനെ വരുന്നുണ്ടല്ലോ, എൻ്റെ ഖുർആൻ പാരായണത്തെ അല്ലെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ആ ഒരു ചിന്തകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിടാനായിട്ട് ഒരു അതിഥിയാണെങ്കിലും വന്നുവല്ലോ എന്നുള്ള ഒരു അസ്വസ്ഥത അവനത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ കൂടി അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണ്? ആ ഖുർആൻ അത്രമാത്രം ആസ്വാദ്യകരമാണ്. പക്ഷെ അതിനെ ഖുർആൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എന്തൊന്നാണോ അല്ലാത്തത് അതാക്കി മാറ്റിയിട്ടുണ്ടെന്നാണ്. ഖുർആൻ എന്താണ് അല്ലാത്തതെന്ന് പറഞ്ഞത്? ലിതഷ്ഖാ, എന്താണ്? മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, ഇത് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നൊരു സാധനമല്ല. പക്ഷെ പലപ്പോഴും ഖുർആൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു തരം ബുദ്ധിമുട്ടാണ് പല ആളുകൾ. ഖുർആൻ പാരായണം ചെയ്യുമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ഖുർആൻ പഠിക്കുമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരുപാട് തടസ്സവാദങ്ങൾ മുന്നോട്ട് വയ്ക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഖുശൂ എന്നിവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല, ആസ്വദിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ആ ഖുശൂന്റെ തലത്തിലേക്ക്, ആത്മീയമായ ആസ്വാദനത്തിന്റെ തലങ്ങളിലേക്ക് നമ്മൾ ഖുർആനെ കൊണ്ടുവന്നാൽ അത് ഏത് കുട്ടികളായിരുന്നാലും, ഏത് കൗമാരപ്രായത്തിലുള്ളവരായിരുന്നാലും, ഏത് യൗവനത്തിന്റെ തിളപ്പിലുള്ളവരായിരുന്നാലും, ഏത് മധ്യവയസ്കനായിരുന്നാലും, ഏത് പ്രായമുള്ള ആളുകളായിരുന്നാലും അവരുടെ ജീവിതത്തിൽ കൂടുതലായി അവർ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയായി ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം മാറ്റുമെന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ മനഃശാസ്ത്രം നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവരെയൊന്നും നിർബന്ധിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ബുദ്ധിമുട്ടാണെന്നാണ് വിചാരിക്കുക. അപ്പൊ നമസ്കാരം ഒരു ബുദ്ധിമുട്ടാണ് എന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആസ്വാദനം ഉണ്ടോ അതിൽ? അടിക്കടി പറയുന്ന ഒരു പരാതിയുണ്ട്, തീരെ ശ്രദ്ധ കിട്ടുന്നില്ല. എന്താ ശ്രദ്ധ കിട്ടാതിരിക്കാനുള്ള കാരണം? അതിന് കാരണമുണ്ട്. അതിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി കൃത്യമായ പരിശീലനം നമസ്കാരത്തിന്റെ വിഷയത്തിൽ ലഭിക്കാതെ, ഞാൻ പറഞ്ഞല്ലോ 6 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന പരിപാടിയാണ് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം നമസ്കാര പഠനം എന്ന് പറയുന്നത്. അത് നടത്തിയിട്ടുള്ള ആളുകൾക്ക് അറിയാമല്ലോ. പക്ഷെ അതിനെ യാതൊരു പരിശീലനവും ആവശ്യമില്ലാത്ത ഒന്നാക്കി നമ്മൾ മാറ്റിയപ്പോൾ നമസ്കാരം മടുപ്പായി മാറി. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം ഒരു മനുഷ്യൻ പറഞ്ഞതാണ്, അദ്ദേഹം അന്ന് ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ക്ലാസ്സിന് വരാൻ കഴിയില്ല, ഞാൻ വലിയൊരു തിരക്കിൽ പെട്ടുപോയി, വലിയൊരു ബ്ലോക്കിലാണ്, എനിക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, ലീവ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അത്യാവശ്യമല്ലേ? പക്ഷെ അദ്ദേഹം 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ആഴ്ചയിൽ 2 ദിവസം നടക്കുന്ന ആ ഖുർആൻ ക്ലാസ് ആണ് എൻ്റെ ഒരാഴ്ചത്തെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഭയാശങ്കകളെയും ഇല്ലാതാക്കി കളയുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് പങ്കെടുക്കാത്തതിലുള്ള മനസ്സിന്റെ വേദന, അതിന്റെ നഷ്ടം, അത് വിവരണാതീതമാണ്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് നല്ല സങ്കടം വന്നു ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തതിന്റെ പേരിൽ. ഞാൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് കുറേ സമയം ഇരുന്ന് കരഞ്ഞു. ആലോചിച്ച് നോക്കുക, നമുക്കിത് പെട്ടെന്ന് കേട്ടാൽ ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അത്രമാത്രമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. ഒരു ഖുർആൻ ക്ലാസ്സിൽ ഒരു 45 മിനിറ്റോ കൂടി വന്നാൽ 50 മിനിറ്റോ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ, അത് കഴിയാതെ വന്നതിന്റെ പേരിൽ ഞാൻ മാറി എന്ന് കുറേ സമയം വണ്ടിക്കകത്തിരുന്ന് കരഞ്ഞു എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇത് സമാന അനുഭവമുള്ള ധാരാളം ആളുകൾ അവരുടെ അനുഭവങ്ങൾ പലപ്പോഴും നമ്മളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ആ ഒരു ആസ്വാദ്യകരമായ പരിപാടി പടച്ചവനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. 2 എണ്ണം ഉണ്ട് ഒരാഴ്ചയിൽ, അതിൽ 1 നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു വിഷമവും പ്രയാസവുമാണ് ഈ വ്യക്തി പ്രകടിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. അയാൾക്ക് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്താ അറിയോ? ഖുർആനെ ആ നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കാരണം ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പഠനം നമ്മൾ ഇങ്ങനെ നടത്തി വരുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മളിലേക്ക് അള്ളാഹ് ഇങ്ങനെ കടന്നു വരികയാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും അള്ളാഹ് എടുത്തെടുത്ത് അവതരിപ്പിക്കുകയാണ്. നിനക്ക് ഇന്ന പ്രശ്നമില്ലേ? സാമ്പത്തിക പ്രശ്നമില്ലേ? സാമൂഹികമായ അസ്വസ്ഥതകളില്ലേ? കുടുംബ പ്രശ്നങ്ങളില്ലേ? എല്ലാം ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ ഇതാ നിനക്കിതാ സന്തോഷ വാർത്ത. നീ ഒന്ന് ക്ഷമിക്കാൻ തയ്യാറാണോ? ഒരല്പകാലത്തേക്ക് ക്ഷമിച്ചാൽ മതി. നിന്റെ വിജയത്തിന്റെ സമയമാകുന്നത് വരെ. കാരണം എന്താ അറിയോ? നീ ഇപ്പൊ ഒരു പരിശീലന കളരിയിലാണ്.
നീ ഇപ്പോൾ ഒരു പരിശീലന കളരിയിലാണ്. ആ പരിശീലന കളരി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഏറ്റവും സന്തോഷത്തിന്റെ പുലരികൾ നിനക്ക് വേണ്ടി ഒരു ദിവസം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതുവരെ ഒന്ന് കാത്തിരിക്കാമോ? ഈ കാത്തിരിക്കുന്നത് കൊണ്ട് നിനക്ക് ജീവിതത്തിൽ നന്മയല്ലാതെ ഒരു ഇടങ്ങേറും ഉണ്ടാകാനില്ല എന്ന് അള്ളാഹ് എൻ്റെ അടുക്കൽ വന്നിരുന്നിട്ട് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു അനുഭൂതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. എന്റെ പടച്ചവനാണ്. എന്റെ പ്രയാസഘട്ടത്തിൽ മറ്റുള്ളവരൊക്കെ എന്നെ ഒഴിവാക്കുമ്പോഴും സാമ്പത്തികമായിട്ട് തകരുമ്പോൾ അതുപോലെ സാമ്പത്തികമായി നല്ല ഉന്നമനത്തിലായിരുന്നു എന്നോടൊപ്പം പലരും ചേർന്നിരുന്നു. പക്ഷെ സാമ്പത്തികമായിട്ട് തകരുമ്പോൾ പതുക്കെ ആളുകൾ ഒഴിഞ്ഞു പോകും. ഇത് ആളുകളുടെ ഒരു രീതിയാണ്, നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് സാമൂഹികമായ ഒരു അവസ്ഥയാണിത്. എന്തെങ്കിലും പച്ചയുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ പൊതുവിൽ സാമൂഹിക രംഗത്ത് നമുക്ക് കാണാറുണ്ട്. അപ്പൊ ആളുകൾ അകന്നു പോകും. അതിന്റെ പേരിൽ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലിൽ നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് ഖുർആനുമായി ആത്മബന്ധമുള്ള ഒരാളുടെ നിത്യജീവിതത്തിലേക്ക് അള്ളാഹ് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഇനി കുടുംബ പ്രശ്നം അനുഭവിക്കുന്നവനാണെങ്കിൽ അള്ളാഹ് അവിടെയും വരും. വന്നിട്ട് പ്രവാചകന്മാരുടെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കളയും. സുബ്ഹാനല്ലാഹ്, നമ്മൾ അത്ഭുതപ്പെട്ടു. പ്രവാചകന്മാരുടെ ഉദാഹരണം നമ്മുടെ ജീവിതവുമായിട്ട് പടച്ചവൻ എന്തിനായി ചേർത്ത് പറയുന്നത്? അപ്പൊ പറയും, ക്ഷമിക്കുന്ന നീയും ആ ക്ഷമിച്ച ആ പ്രവാചകനും എൻ്റെ മുന്നിൽ പലപ്പോഴും ഒരു തുല്യത, ഒരു സ്ഥാനം വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എത്തി എന്നുള്ളതാണ്. ആരൊക്കെ നമ്മളെ ഏതൊക്കെ രൂപത്തിൽ ആക്ഷേപിച്ചാലും, ഏതൊക്കെ രൂപത്തിൽ നമ്മളെ കുറിച്ച് മോശമായ രൂപത്തിൽ വിലയിരുത്തിയാലും, വല്ലാത്ത ഒരു ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ നല്ല വിലയിരുത്തലുമായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നമുക്ക് ആശ്വാസം അരുളുന്നതിന് വേണ്ടിയിട്ടാണ്. ആരാ വന്നത്? എൻ്റെ പടച്ചവനാണ്. മനസ്സിലായി? ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലമായ പ്രശ്നങ്ങൾക്കും ഇനി എന്തെങ്കിലും നന്മയുണ്ടായി കഴിഞ്ഞാലോ അള്ളാഹു അപ്പോഴും വന്നിട്ട് പറയും, ഈ നന്മകൾ നിന്റെ ജീവിതത്തിൽ ഇരട്ടി ഇരട്ടി നന്മയായിട്ട് മാറാനുള്ള പരിപാടി പറഞ്ഞു തരട്ടെ. അതും ഒന്ന് പറഞ്ഞു തരും. അപ്പൊ എല്ലാം നിലയ്ക്കും എന്താണ്? നിരന്തരം അള്ളാഹു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ജീവിതാനുഭവമാണ് എനിക്കുള്ളത്. ഇതിൽ പരം എന്തെങ്കിലും ആസ്വാദനത്തിന്റെ ഒരു അവസ്ഥ വേറെ ഉണ്ടോ എന്നുള്ളതാണ്. മറ്റൊരു അവസ്ഥ നമുക്ക് ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത് അനുഭവിച്ചറിയേണ്ടതാണ്. ഇതാരെ ഉപദേശിച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. ഇത് ഓരോ ആളുകളും ആ ഖുർആന്റെ മാധുര്യം ഇങ്ങനെ അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് ഇടങ്ങേറാക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. താങ്കൾ ഇടങ്ങേറാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് അവതരിപ്പിച്ചത്. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഇല്ല തദ്കിറത്തൻ ലിമൻ യഖ്ഷ. ഇതൊന്നും പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. കാരണം എന്താണെന്നറിയോ? ഖുശൂഇന്റെ തലത്തിലേക്ക് അനുഭവസ്ഥരായ ആളുകൾക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവരെന്താണ്? എല്ലാവരും ഇതെന്തോ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പടച്ചവൻ ഖുർആൻ ഇറക്കിയതും അനുബന്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മളോട് സംസാരിച്ചതും അങ്ങനെയുള്ള ഇസ്ലാമിക നിയമങ്ങളൊക്കെ എന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും കൂച്ചുവിലങ്ങിട്ട് എന്നെ ഒരു അസ്വാതന്ത്ര്യത്തിന്റെ ഒരു പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു പ്രക്രിയയാണ് ഇതെന്നുള്ള വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ ആ രൂപത്തിൽ ചിന്തിക്കുന്ന ചില ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആസ്വാദനങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ. ആസ്വാദനങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് കരുതുന്ന ആളുകളുണ്ട്. ഖുർആൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കറിയാമല്ലോ, ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ധാരാളം ആളുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാകാറുണ്ട്. അപ്പൊ അവരുടെ വിമർശനങ്ങളെ നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഇവർക്ക് ഖുർആനോട് വെറുപ്പാണ്, ഇസ്ലാമിനോട് വെറുപ്പാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പാണ്. എന്താണ് ഈ വെറുപ്പിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഇവർക്ക് അതിന്റെ താല്പര്യം അറിയില്ല, മാനസികമായ ഗുണങ്ങൾ അറിയില്ല, അതിന്റെ നന്മകൾ അറിയില്ല, അതിന്റെ ആസ്വാദനം അറിയില്ല. ഇവരുടെ നോട്ടത്തിൽ അതെല്ലാം ബുദ്ധിമുട്ടാണ്. ഖുർആനും ബുദ്ധിമുട്ടാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടാണ്, ഹദീസും ബുദ്ധിമുട്ടാണ്. മനുഷ്യനെ ഇടങ്ങേറാക്കുന്ന കുറെ പദ്ധതികളായിട്ടാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ട ആരാണ്? നമ്മളാണോ? അല്ല. ലോകം മുഴുവൻ വിചാരിച്ചാലും മാറ്റം ഉണ്ടാകത്തില്ല. അവർക്ക് സ്വയം മാറ്റം ഉണ്ടാവണമെന്ന് ഖുർആൻ പറഞ്ഞു വെച്ച കാര്യമാണ്. പിന്നെ നമുക്കൊരു മറുപടിയൊക്കെ കൊടുക്കാം. ആർക്ക് വേണ്ടിയിട്ടാന്ന് പറയാം? അവർക്ക് വേണ്ടിയിട്ടല്ല. അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി പല ആളുകളും വരുന്നുണ്ട്. ഇസ്ലാം വിമർശകർക്ക് മറുപടി എന്നുള്ള രൂപത്തിൽ പല ആളുകളും വരാറുണ്ട്. അത് അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ, ഇത് കണ്ട് വഴിതെറ്റാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വഴിതെറ്റല്ലേ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർക്കുള്ള മറുപടികളുമായി പലപ്പോഴും പണ്ഡിതന്മാർ കടന്നു വരുന്നത്. അല്ലാതെ അവരൊരിക്കലും മാറ്റാൻ സാധ്യമല്ല. അവർക്ക് സ്വയം ഒരു മാറ്റത്തിന് അവർ തയ്യാറാകുന്നത് വരെ സൂറത്തുൽ റഅദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സൈക്കോളജി വളരെ വ്യക്തമായ രൂപത്തിൽ പറഞ്ഞു. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതായത് സ്വയം ഒരു മാറ്റത്തിന് തയ്യാറാകുന്നത് വരെ അള്ളാഹു ഒരിക്കലും അവരെ മാറ്റുന്നതല്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം.
മാനസികവും മായിട്ടുള്ള മാറ്റങ്ങൾ അത് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ സ്വന്തം പരിശ്രമിച്ചോണം. അല്ലാതെ മറ്റുള്ളവരിലൂടെ അതിങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ആരും വിചാരിക്കാൻ പാടില്ല. നമ്മൾ കുറെ ദുആ ചെയ്തു, അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. ദുആ ചെയ്യപ്പെടുന്ന ആൾക്ക് സ്വയം എന്ത് ചെയ്യണം? ഒരു മാറ്റത്തിന് സ്വയം അവർ തയ്യാറാകണം എന്നുള്ളതാണ്. അതിന് ഉദാഹരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെന്താ, ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ സൂറത്തുൽ അഹ്ഖാഫിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആ സൂറത്തിന് പേര് വരാനുള്ള കാരണവും ഈ ഒരു പരിചയപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ഈ ഉദാഹരിക്കലാണ്. അല്ലാഹു പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ ഉദ്കുർ അഖാ ആദ്, ആദിന്റെ സഹോദരങ്ങളെ നിങ്ങളൊന്ന് പഠിക്കുന്നു പറഞ്ഞു. ആദിന്റെ സഹോദരങ്ങൾ വെച്ചാൽ ആദ് എന്ന് പറഞ്ഞൊരു സമുദായം ഉണ്ടായിരുന്നു. അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ഹൂദ് നബി അലൈഹി സ്വലാമാണ്. അപ്പൊ ഹൂദ് നബി അലൈഹി സ്വലാം ഏതൊരു സമൂഹത്തിലേക്കാണോ അയക്കപ്പെട്ടത് ആ സമൂഹത്തിന് പറയുന്ന പേരാണ് ആദ്. അവരോട് ചെന്നിട്ട് എന്ത് ചെയ്തു? ഹൂദ് നബി അലൈഹി സ്വലാം ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കൊടുത്തു, ബോധനം കൊടുത്തു. അതിനു മുമ്പും ഒമിൻ ഖൽഫി, അതിനു മുമ്പും ശേഷവും ഒക്കെ ധാരാളം പ്രവാചകന്മാർ വന്നിട്ട് ഈ ബോധനങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് എന്ത് ചെയ്തു? ഹൂദ് നബി അലൈഹി സ്വലാം ചെന്ന് ആദ് സമൂഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്താ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ചുരുക്കത്തിൽ പുതിയ ഒരു നാഗരികത നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്, കെട്ടിപ്പടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ആകെത്തുക. നമ്മൾ സാധാരണ ഈ ഖുർആന്റെ ആയത്തുകൾ നേർക്ക് നേരെ അർത്ഥം പറയുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ കുറെ സത്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ പോവുകയും ചെയ്യും. എന്താണ് പുതിയ ഒരു നാഗരികത? ഇത് പഴഞ്ചൻ കാഴ്ചപ്പാടുകളും ചിന്തകളും ഒക്കെയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. മോഡേൺ സോഷ്യോളജിസ്റ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ ഒരു ഇന്നോവേഷൻ നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട് എന്നാണ്. പുതിയൊരു ഇന്നോവേഷൻ, ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പുതിയതാണ്. നവീകരണ പ്രവർത്തനം എന്നാണ് അതിന്റെ മലയാളം. പുതിയൊരു നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ഈ ഒരു പ്രദേശത്തെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ആര് പറഞ്ഞു? ഹൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു. അതിന്റെ പ്രായോഗികമായിട്ടുള്ള ഒരു താത്വികമായ ഒരു വശമാണ് അല്ലാ തഅബുദു ഇല്ലല്ലാഹ്. ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതിനൊരു കാരണമായിട്ട് പറഞ്ഞെന്താ അറിയോ? ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചിട്ടുണ്ട്, പുതിയൊരു നാഗരികത നമുക്കിടയിൽ കെട്ടിപ്പടുക്കണം എന്നുള്ള തീരുമാനം അല്ലാഹ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനോട് ചേർന്ന് നിൽക്കണം. ചേർന്ന് നിന്നില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? കുഴപ്പം ഇതാണ്, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. വലിയ ഭയാനകമായ ഒരു ശിക്ഷ നമ്മളിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആ സാധ്യത എവിടെയാണെന്നറിയോ? അള്ളാഹു ചുമ്മാ കെറു വന്നു, കുറെ പേരെ അങ്ങോട്ട് ശിക്ഷിച്ചു, അതല്ല. പലപ്പോഴും ഖുർആനിൽ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരു പ്രവാചകൻ പോയി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് എന്താണ് ഇബാദത്ത്? എല്ലാവരെയും പിടിച്ച് നമസ്കരിപ്പിക്കാനും, എല്ലാവരെയും പിടിച്ച് നോമ്പ് പിടിപ്പിക്കാനും, എല്ലാവരെയും കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാനും, എല്ലാവരെയും കൊണ്ട് സകാത്ത് കൊടുപ്പിക്കാനുള്ള പുതിയൊരു പദ്ധതിയായിട്ടൊരു പ്രവാചകൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ഇബാദത്തിനെ കാണുന്നത് അങ്ങനെയാണല്ലോ. പക്ഷെ ഇത് ഖുർആനികമായ പഠനങ്ങൾ നടത്തിയാൽ, നമ്മൾ ഈ പരമ്പരാഗതമായിട്ടുള്ള വാദങ്ങളും അന്ധമായ വിശ്വാസങ്ങളെ മാറ്റി നിർത്തിയാൽ ഖുർആനികമായി നമുക്ക് ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ കഴിയുക. കാരണം മറ്റുള്ള ആയത്തുകളോട് നമ്മൾ എന്ത് ചെയ്യണം? നീതി പുലർത്തണമല്ലോ. ആ നിലയ്ക്ക് ഈ ആയത്തിനെ നമ്മളൊന്ന് വ്യാഖ്യാനിച്ചാൽ അതിന്റെ ശൈലി ഇതാണ്, അല്ലാ തഅബുദു ഇല്ലല്ലാഹ്. അള്ളാഹു പുതിയൊരു നാഗരികത രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, പുതിയൊരു സംസ്കാരം, ഒരു സംസ്കൃതി നമുക്കിടയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പുതിയ കാഴ്ചപ്പാടിനും പുതിയ കാലത്തിനും അനുസൃതമാണ്. പഴയ കാലത്തിന് മഹത്വം പറഞ്ഞുകൊണ്ടിരുന്നേക്കരുത്. പഴയ കാലത്തിന് മഹത്വം പറഞ്ഞുകൊണ്ട് ആളുകൾ ഇരിക്കും. എന്താണെന്നറിയോ? അപ്പൊ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെന്ന് ഞങ്ങൾ കേട്ടില്ല. ഇതാണ് ഒരു കുഴപ്പം. എന്ത് പറഞ്ഞാലും പണ്ട് ഈരാറ്റുപേട്ട അങ്ങനെയായിരുന്നു, പണ്ട് ഈരാറ്റുപേട്ട ഇങ്ങനെയായിരുന്നു, എന്ത് രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കുറെ ന്യായങ്ങൾ ഈരാറ്റുപേട്ടയ്ക്ക് ചാർത്തി കൊടുക്കും. സത്യസന്ധമായി പഴയ ഈരാറ്റുപേട്ടയെ കുറിച്ച് പഠിച്ചാൽ ഖുർആനികമായി പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അന്ധമായ വിശ്വാസങ്ങൾ മാത്രം നിലനിന്നിരുന്ന ഒരു പ്രദേശം. അതാണ് ഈരാറ്റുപേട്ടയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ആ കാലത്തെയാണോ നമ്മൾ ഇത്രമാത്രം പുകഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഖുർആനെ കുറിച്ച് എന്തെങ്കിലും ധാരണ അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ആ ഈരാറ്റുപേട്ടയുടെ മഹത്വമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പഴഞ്ചൻ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ആവശ്യമില്ലാത്ത മഹത്വവൽക്കരണം പാടില്ല. കാരണം ഒരു ഇന്നോവേഷനുമായി പ്രവാചകന്മാർ രംഗത്ത് വരുമ്പോൾ അതിനെ ഇല്ലായ്മ, ആ പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല, പുതിയ പരിപാടിയൊന്നും വേണ്ട, നമുക്ക് പഴയത് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് പഴഞ്ചനെ മഹത്വവൽക്കരിക്കുന്ന ശൈലി പ്രവാചകന്മാരെ എതിർക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം വിശുദ്ധ ഖുർആൻ പല ആവർത്തി പറഞ്ഞു. എന്താണെന്നറിയോ? മാ സമിഅനാ ബിഹാദാ ഫീ ആബാഇൽ അവ്വലീൻ. നിങ്ങൾ ഈ പറയുന്ന ഇന്നോവേഷൻ പരിപാടിയൊന്നും പൂർവ്വപിതാക്കന്മാരിൽ ഞങ്ങൾ
കേട്ടില്ല എന്ന് പറയുക പൂർവ്വപിതാക്കന്മാരൊക്കെ വലിയ സംഭവമാണെന്ന് സ്ഥാപിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഈ വിഡ്ഢികളായ ജനസമൂഹം നടത്തുന്നത്. അപ്പൊ ഈ ഒരു പ്രവർത്തനവുമായി പുതിയ പുരോഗതിക്കും പുതിയൊരു സംസ്കൃതിക്കും പുതിയൊരു നാഗരികതയ്ക്കും എതിരായിട്ട് ഈ ഒരു സമൂഹം വന്ന് നിൽക്കും. ആരാണ്? ഈ പഴഞ്ചനെ മഹത്വവൽക്കരിക്കുന്ന വിഭാഗം. അല്ലെ, നമുക്കിടയിലും ഉണ്ടാവുമല്ലോ പഴയ കാലത്തിന്റെ മഹത്വം പറഞ്ഞു പുതിയ കാലത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നവർ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുതിയ കാഴ്ചപ്പാടിനനുസരിച്ച് പുതിയ ലോകത്തെ അറിഞ്ഞുകൊണ്ട് പുതിയ നിലയ്ക്ക് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ എന്നും പ്രതിബന്ധമാണ്, പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. പടച്ചവൻ എന്താ ചെയ്യാന്നറിയോ? ഒരൊറ്റ ശിക്ഷ ഇറക്കും, ടീമിനെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിക്കളയും. കാരണം എന്താ പറയുക, ഇവര് ഉള്ളത് കൊണ്ട് ഒരു ഗുണവും ഇല്ല. നാശങ്ങളുണ്ടോന്ന് ചോദിച്ചാൽ എന്നും പ്രശ്നങ്ങളുമായി ഈ പ്രവാചകന്മാരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിപരമായ ഒരു നടപടിക്രമത്തിന് തയ്യാറാകും. അതിനെയാണ് വേദനാജനകമായ ശിക്ഷ എന്ന് പൊതുവിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അത് വേദനാജനകമാണ്, ബുദ്ധിമുട്ടാണ്. കാരണം ആ ശിക്ഷയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ രക്ഷയില്ല, നാളെ പരലോകത്തിന്റെ രക്ഷയില്ല. കാരണം അള്ളാഹുവിന്റെ ഒരു നടപടിക്രമത്തിന് എതിരായി നിന്നവരാണല്ലോ. അപ്പൊ ഈ ലോകത്ത് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, നാളെ പരലോകത്തും തീരെ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലാത്തവരാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. ഞാൻ ആലോചിക്കണമെന്ന് അറിയോ, പുതിയ കാലത്തിനനുസൃതമായി ഒരു പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് വരുന്നതിന് ഞാൻ തടസ്സമാണോ? ഞാൻ പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ ഞാൻ മാറിയേ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ശിക്ഷയ്ക്ക് അർഹരായ ഗതികെട്ട ആളുകളുടെ കൂട്ടത്തിലായിരിക്കും എൻ്റെ സ്ഥാനം എന്നുള്ളതാണ്. അള്ളാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകില്ലേ. അപ്പൊ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇത്, കാരണം ഈ ശിക്ഷയിലൂടെ ഇവരെ മാറ്റിയേ പറ്റുള്ളൂ. അവർ ഈ ഭൂമി ലോകത്ത് നിൽക്കുന്ന കാലത്തോളം ഒരു നല്ല പ്രവൃത്തി നടത്താൻ അവർ സമ്മതിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇത് കേട്ടപ്പോ ഇവരെന്താ പറഞ്ഞെന്നറിയൂ? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ഏകനായ ഇലാഹി സങ്കല്പത്തിലേക്ക് വരണം. കാരണം പൂർവികന്മാരായിട്ടുള്ള പ്രവാചകന്മാരൊക്കെ ഈ ലോകത്ത് നടപ്പിലാക്കിയത് അതാണ്. പുതിയ ഒരു സാംസ്കാരികമായിട്ടുള്ള പുരോഗതിയിലേക്ക് നമ്മെ എന്നും തടസ്സപ്പെടുത്തുന്നത് നമ്മളുടെ പഴഞ്ചൻ ആളുകൾ പിൽക്കാലത്ത് രൂപപ്പെടുത്തിയെടുത്ത തെറ്റായ കാഴ്ചപ്പാടുകളും ആശയങ്ങളുമാണ്. ചിന്തിച്ചാൽ മനസ്സിലാവില്ല നന്നായിട്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് അതിനെ മാറ്റിയേ പറ്റുള്ളൂ. അപ്പൊ ഇവര് ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഉടനെ അടുത്ത ആയത്തിൽ പറയാണ്, ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്നും ഞങ്ങളെ അകറ്റാനാണോ നിങ്ങളുടെ ശ്രമം? എന്തൊരു ആഗ്രഹമാണെന്ന് ആലോചിച്ച് നോക്കുക. ഇവരുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ സ്ഥാപിച്ച ആ പഴഞ്ചൻ കൺസെപ്റ്റിൽ നിന്നും അകറ്റരുത് ഇവരെ. അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തേക്ക് വരാൻ ഇവർ തയ്യാറല്ല. അതാണ് കാലു അജിത്തന, നിങ്ങൾ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരല്പം വെറുപ്പോടുകൂടി അസ്വസ്ഥയോട് ചോദിക്കുകയാണ്. ആരോട്? ഹൂദ് നബി അലൈഹി സ്വലാമിനോട്. ആ നാടിനെ നന്നാക്കാൻ, വലിയ പുരോഗതിയിലേക്ക്, വലിയൊരു സാംസ്കാരികമായ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടി അവരകപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാം അവരെ കയറകയറ്റത്തിന് വേണ്ടി വളരെ നല്ല ഒരു പദ്ധതിയുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത നല്ല ഹിദായത്തിന്റെ വഴികളുമായിട്ട് വന്ന നൂഹ് നബി ഹൂദ് നബി അലൈഹി സ്വലാമയോട് ഇവർ പ്രതികരിച്ച ഈ രൂപത്തിലാണ്. എങ്ങനെയാണ്? അജിത്തന, നിങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണോ വന്നത്? ഞങ്ങളുടെ ഇലാഹുകളിൽ നിന്നും ഞങ്ങളുടെ പഴയ കാഴ്ചപ്പാടിൽ നിന്നും ഞങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ വന്നത്? പിന്നെ നിങ്ങളുടെ ഒരു ശിക്ഷ, നിങ്ങൾ അത്ര വലിയ സത്യവാന്മാരാണെങ്കിൽ, സത്യവാനായ ഒരു വ്യക്തിയാണെങ്കിൽ ആ ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞങ്ങൾക്ക് ഇതിനേക്കാൾ താല്പര്യം ആ ശിക്ഷ അനുഭവിക്കുന്നതാണ്. ഇതിനെന്തെന്നാ പറയാ? അഹങ്കാരം എന്നാ പറയാ. ഇല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുസ്സിലത്തിൽ പറഞ്ഞു, ഫസ്തക്ബറു. അവരെന്തുകൊണ്ടാണ് അത് പറഞ്ഞെന്നറിയോ? അഹങ്കാരം തലയ്ക്ക് പിടിച്ചതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് എന്തെങ്കിലും ധാരണ ഇവർക്കുണ്ടോ? ഇല്ല. അത് കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമല്ല. ഇത് ധൈര്യം എന്നല്ല പറയാ, അഹങ്കാരം എന്നാ പറയാ. ഇതിന് അതിങ്ങോട്ട് കൊണ്ടുപോവാന്നൊക്കെ പറയാ. അതൊരു പ്രവാചകരുടെ അടുക്കല്, ആ പ്രവാചകരുടെ ഒരു ദുആയുടെ ഫലം എന്താണ്, അതിന്റെ കബൂലിയത്ത് എന്താണ്, ഇതൊന്നും ചിന്തിക്കാതെ വെറുതെ അങ്ങോട്ട് അഹങ്കാരം പറഞ്ഞേക്കും. അപ്പൊ ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. ഈ അപകടം സംഭവിക്കാനുള്ള കാരണം എന്താണ്? അത് പറയുന്ന ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാണ്, അല്ലെ നമ്മളോട് പറയാണ്, വലഖദ് മക്കന്നാക്കും ഫീമാ മക്കന്നാക്കും. ഈ നിങ്ങൾക്കൊന്നും നൽകാത്ത രൂപത്തിലുള്ള വലിയ ഭൂപ്രദേശങ്ങളും വലിയ സംവിധാനങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും ശാരീരികമായ ശേഷിയും ശക്തിയും കഴിവും എല്ലാം എന്ത് ചെയ്തു? നാം അവർക്ക് കൊടുത്തിരുന്നു. അപ്പൊ ഒന്നും കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നമല്ല, നിഅമത്തുകൾ ഇല്ലാത്തതിന്റെ പ്രശ്നമൊന്നുമല്ല. നിങ്ങളെയൊക്കെ പരിഗണിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ കൂടുതലായിരുന്നു.
നല്ല കഴിവും ശേഷിയും പ്രാപ്തിയും നല്ല കേൾവി ശക്തിയും കാണാനുള്ള കാഴ്ചയും അഫ്ഇദത്തും ചിന്താശേഷിയും. കാരണം അവര് ആ കാലത്ത് നടപ്പിലിരുന്ന ടെക്നോളജി ഒന്ന് പഠിച്ചു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. എന്തൊരു സംവിധാനമാണിത്! അതിന് മാത്രം കഴിവും പ്രാപ്തിയും നമ്മളുടെ ഒരു ആധുനികമായ ഭാഷയിൽ പറഞ്ഞാൽ നല്ല സ്കില്ലുകൾ അവർക്ക് കൊടുത്തിരുന്നു എന്നാണ്. അള്ളാഹ് പറഞ്ഞെന്താ? ഫമാ അഗ്നാ അൻഹും സമഉഹും വലാ അബ്സ്വാറുഹും വലാ അഫ്ഇദത്തുഹും. ഇവർ ഭൗതികമായ നിലയ്ക്ക് ഇവരുടെ കഴിവും പ്രാപ്തിയൊക്കെ ഉപയോഗപ്പെടുത്തി എന്നല്ലാതെ ആത്മീയമായ തലത്തിൽ ഇതൊക്കെ ആര് നൽകിയ അനുഗ്രഹമാണ് എന്നുള്ളതിനെ തിരിച്ചറിയുന്ന വിഷയത്തിൽ ഇവരുടെ അനുഗ്രഹങ്ങൾ ഇവർക്ക് പരാജയമാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അതാ പറഞ്ഞ ഫമാ അഗ്നാ അൻഹും സമഉഹും വലാ അബ്സ്വാറുഹും വലാ അഫ്ഇദത്തുഹും മിൻ ഷൈ. ഭൗതികമായ നിലയ്ക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ നന്നായിട്ട് ഇവർ ഉപയോഗപ്പെടുത്തി. അത് നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ ഒരല്പം ആർക്കിയോളജിക്കൽ സർവേ നടത്തി നോക്കണം. അതായത് ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യമന്റെയും അതുപോലെ തന്നെ എവിടെയാണ് മറ്റൊരു രാജ്യം, ഈ രണ്ട് പ്രദേശങ്ങളുടെ ഇടയിലായിട്ട് യമന്റെയും ഒമാന്റെയും, എന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നതിന് പറയുന്നതാണ്. ഒമാൻ എന്നുള്ള രാജ്യത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, യമനും കേട്ടിട്ടുണ്ടല്ലോ. ഇതിനിടയിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നീണ്ടു കിടക്കുന്ന വിശാലമായിട്ട് കിടക്കുന്ന ഒരു മരുഭൂമിയാണ്. ഈ മരുഭൂമിയെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ആളുകൾ അങ്ങോട്ട് പോകുമെങ്കിലും എല്ലാവർക്കും ഭയമാണ്. ഈ മരുഭൂമിയിലേക്ക് ഒരു ഉദ്ഘാടന പ്രവർത്തനം അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ ഒരു സർവേ ഒക്കെ നടത്താൻ ആളുകൾക്ക് ഭയമാണ്. കാരണം എന്താണെന്നറിയോ? അവിടെ ഏതാണ്ട് 1000 മീറ്ററോളം മണ്ണിങ്ങനെ അട്ടിയിട്ടതുപോലെയാണ് ആ പ്രദേശമുള്ളത്. പലപ്പോഴും ഈ ബദുക്കൾ എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ മരുഭൂമി നിവാസികളായിട്ടുള്ള ആളുകൾക്ക് മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ ഒരു പ്രയാസവുമില്ല. മരുഭൂമിയുടെ ഓരോ മാറ്റങ്ങളെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നവരാണ്. ബദുക്കൾ പോലും അങ്ങോട്ട് പോകാറില്ലെന്ന. ഒരു ദിവസം അങ്ങോട്ട് കടന്നു ചെന്ന ഒരു ബദുവിന്റെ അനുഭവം, ഒരു മരുഭൂവാസിയായ ഒരു വ്യക്തി അദ്ദേഹത്തിന് അനുഭവം പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും മനസ്സിലായി മണ്ണ് അപകടകരമാണ്. ഞാൻ എന്ത് ചെയ്തു? ഒരു കല്ലിൽ ചരട് കെട്ടിയിട്ട് ചരടിന് കുറച്ച് നീളം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. അല്പനിമിഷത്തിനും അതിങ്ങനെ മണ്ണിലേക്ക് ആണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനുള്ളിലേക്ക് ആര് പോയാലും ആ മണ്ണ് അവനെ വിഴുങ്ങിക്കളയും. എത്ര വലിയ സംവിധാനമാണെങ്കിലും ആ മണ്ണെന്ത് ചെയ്യും? അവരെ വിഴുങ്ങിക്കളയും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധവേളയിൽ ആ പ്രദേശത്തൂടെ പോയപ്പോൾ സഹാബാക്കൾ ആ പ്രദേശമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇവിടെ അപകടകരമായ ഒരു മേഖലയാണ്, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ മേഖലയാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ നമ്മൾ പിന്തിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇന്നും ഈ യമന്റെയും അതുപോലെ ഒമാന്റെയും ഇടയിലുള്ള ഈ ഒരു പ്രദേശം ഒരു ഭീകര പ്രദേശമായി ലോകത്തിന് മുന്നിൽ ഒരു ചില താക്കീതുകൾ നൽകിക്കൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് പരിശോധിച്ചു നോക്കി. എന്താണ് അതിനുള്ളിൽ നമ്മളോട് വിളിച്ചു പറയുന്ന സത്യങ്ങൾ എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനോട് അഹങ്കാരം കാണിച്ച ഒരു ജനവിഭാഗം, വലിയൊരു നാഗരികമായ പൗരാണികമായിട്ടുള്ള വലിയൊരു നാഗരികതയെ ഉൾക്കൊള്ളുന്ന ജനവിഭാഗം ഉണ്ടായിരുന്നു. അവരെല്ലാവരും എന്ത് ചെയ്തു? അള്ളാഹുവിനോട് അഹങ്കാരം കാണിച്ചതിന്റെ പേരിൽ ഇന്ന് ഈ മണൽക്കുന്നിന്റെ താഴെ, കാരണം അഹ്കാഫ് എന്ന് വെച്ചാൽ മണൽക്കുന്നെന്ന അതിന്റെ അർത്ഥം. അപ്പൊ ഈ ശിക്ഷയ്ക്ക് ശേഷമായിരിക്കണം ആ ഒരു സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വന്നത്. 1000 മീറ്ററോളം മണൽക്കുന്ന് എന്ന് പറയുന്നോളം ആലോചിച്ച് നോക്കുക. അത്ര അട്ടിക്ക് മണൽ കിടക്കാണ്. അവിടെ പറയാം പൗഡർ പോലുള്ള മണലുകളാണെന്നാ പറയാ. സാധാരണ മണലിന്റെ സ്വഭാവമല്ല അവിടെയുള്ള മണലുകൾക്ക്. അതാണ് ഏതൊരു വസ്തു വന്നാലും അതിനപ്പം തന്നെ വിഴുങ്ങിക്കളയും. പെട്ടെന്ന് തന്നെ നമ്മൾ പറയാലോ, ചില ചെളിക്കൊക്കെ ആളുകൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചെളി എന്ത് ചെയ്യും? താന്നുപോകും. വലിയ ഭീകരമായ അപകടം എന്ന് പറഞ്ഞ പോലെയാണ് ഈ മണലിന്റെ അവസ്ഥ എന്ന് പറയാം. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ ഒരു പ്രദേശം. കാരണം ഇത്രയും വലിയ കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്ന് ആളുകൾ പോകാനും ഒക്കെ അറക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു ഭീകര പ്രദേശമായിട്ട് അത് മാറി. അത്രമാത്രം വലിയൊരു ശിക്ഷയെ അവർ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമത് ഒന്നുകൂടി ഉണർത്തുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ഖുർആനിൽ ഖുശൂഅ് കണ്ടെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആസ്വാദനം കണ്ടെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമായിട്ട് ഒരിക്കലും അനുഭവപ്പെടുകയില്ല. അങ്ങേയറ്റം ആസ്വാദ്യകരമായ അനുഭവങ്ങളായിരിക്കും ഖുർആന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആൻ അവർക്ക് വേണ്ടി എന്നും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഖുർആൻ ഒരു അസ്വസ്ഥതയായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഉദാഹരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആദ് സമൂഹത്തെയാണ്. അവർക്കെന്താണ്? നല്ല കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആ കഴിവും പ്രാപ്തിയും അള്ളാഹുവിനെ അറിയുന്ന വിഷയത്തിലോ പ്രവാചകനെ ഉൾക്കൊള്ളുന്ന വിഷയത്തിലോ അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി എന്നെ കുറിച്ച് ഞാൻ ഒന്ന് പരിശോധിച്ച് നോക്കാം.
ഇതുവരെ ഞാൻ ജീവിച്ചല്ലോ. എനിക്ക് 45 വയസ്സുണ്ട്. നിങ്ങൾക്ക് ഓരോ ആളുകൾക്ക് നിങ്ങളുടെ പ്രായം അറിയാം. ഈ പ്രായത്തിനിടയിൽ ഖുർആനെ ആസ്വദിക്കാൻ ഉള്ള അവസ്ഥയിലാണോ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്, അതോ ഖുർആനിൽ നിന്നും അകന്നു കഴിയാനാണോ? ആദ്യ സമൂഹത്തിന് എന്തെങ്കിലും കുഴപ്പം എനിക്കുണ്ടോ? ആ ഖുർആനിൽ നിന്നും അകലാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്ന സ്വഭാവം എനിക്കുണ്ടോ? അതോ ഖുർആനോട് കൂടുതൽ അടുക്കാനുള്ള പ്രേരണയാണോ എനിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഖുർആനുമായി ബന്ധപ്പെട്ട് നല്ല ആസ്വാദ്യകരമായ അനുഭവങ്ങളും അനുഭൂതികളും എനിക്ക് ഉണ്ടാകാറുണ്ടോ? ഇല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം എന്നെ പിടികൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് പ്രധാനമായിട്ടും വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്ത് നമ്മൾ മനസ്സിലാക്കുക. ഇത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുജനത്തെ വിളിച്ചിട്ട് പറയാണ്, എല്ലാ ജനങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഖദ് ജാഅത്കും, ദാ വന്നിരിക്കുന്നു, മൗഇദ, നല്ല ഒരു സാധനമാണ്, മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നും. ആ ഒരു മൗഇദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. പലപ്പോഴും ഭയാശങ്കകളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിന്റെ ഏത് മേഖലയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ സദറിനെയാണ് ബാധിക്കാറുള്ളത്. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞു, മനഃശാസ്ത്രപരമായിട്ടും ആ ഒരു തലത്തിലേക്കൊക്കെയാണ് മോഡേൺ സൈക്കോളജി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിന് 3 ഭാഗങ്ങളുണ്ട്. ഇപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാഴ്ചപ്പാടിൽ അത് കോൺഷ്യസ് മൈൻഡ് എന്നും പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്നും അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് എന്നും 3 ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തു അദ്ദേഹം വിലയിരുത്തി. എങ്കിൽ ഖുർആൻ പറഞ്ഞത് 1 അഫ്ഇദത്ത്, 2 സദർ, 3 ഖൽബ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ 3 ഭാഗമായിട്ട് തന്നെയാണ് ഖുർആൻ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പൊ അതില് ഈ സ്വദർ എന്ന് പറയുന്ന രണ്ടാമത്തെ തലമാണ്, അഫ്ഇദത്തല്ല. അഫ്ഇദത്ത് ഒന്നാമത്തെ തലമാണ്, സ്വദർ എന്ന് പറയുന്ന രണ്ടാമത്തെ തല. പലപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. ഈ സ്വദറിലാണ് മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഈ സ്വദറിലുള്ള അസ്വസ്ഥതകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഖുർആനിലുള്ള ഓരോ ആയത്തുകളും അത് മൗഇദയാണ്, എന്ന് വെച്ചാൽ സദുപദേശമാണ്. ഓരോ ആയത്തുകളെയും നിങ്ങൾ സമീപിക്കുന്ന പക്ഷം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എനിക്ക് വേണ്ടി പടച്ചവൻ തന്നാണെന്ന്. ആ ഒരു അനുഭവത്തിലേക്ക് ഓരോ ആളുകളും വന്നെങ്കിൽ അവരുടെ ഈ സ്വദരിയായ എല്ലാ അസ്വസ്ഥതകളെയും നീക്കം ചെയ്ത് ആ സ്വദരിയായ രോഗങ്ങളെയൊക്കെ മാറ്റി വളരെ നല്ല ആസ്വാദ്യകരമായ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? ആ ഖുർആൻ അവരെ മാറ്റിമറിക്കും. അതുകൊണ്ട് സന്തോഷത്തോട് ജീവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം. അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ നല്ല സന്തോഷത്തോടുകൂടി എന്നും നല്ല ഒരു സുസ്മേരവദനായി കഴിഞ്ഞുകൂടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞു തരുന്ന വഴിയാണ്. അല്ലാഹു പറഞ്ഞു, വഹുദ വറഹ്മ ലിൽ മുഅ്മിനീൻ. 2 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ഹുദയാണ്, സന്മാർഗദർശനമാണ്. മറ്റൊന്ന് റഹ്മയാണ്. ഹുദ എന്ന് പറഞ്ഞാൽ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ, പടച്ചവനെ ഇന്ന പ്രശ്നമാണ്, ഞാൻ എന്താ ചെയ്യുക? അപ്പൊ ഖുർആൻ ഉടനെ വന്നിട്ട് അതിന് പരിഹാരം പറഞ്ഞു തരും. ഇതിങ്ങനെ ചെയ്താൽ പോരെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗമാണ്. റഹ്മത്ത് ഒരു കാരുണ്യമായിട്ടാണ് അത് വരിക. അല്ലാതെ ആരെങ്കിലും വന്നിട്ട് പെട്ടെന്ന് ഒന്ന് നമ്മളെ വിമർശിക്കുക, എന്ത് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അങ്ങനെയൊന്നും അല്ല അതിന്റെ ശൈലി. വളരെ സ്നേഹത്തോടു കൂടി, മനുഷ്യരല്ലേ, നിങ്ങൾക്ക് പോരായ്മകളൊക്കെ ഉണ്ടാവും, കാരണം അള്ളാഹു അങ്ങനെയാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് തടകി ഇങ്ങനെ 2 തട്ടൊക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യും? അതിനുള്ള പരിഹാര മാർഗം വളരെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു തരും. അല്ലാതെ ആരെങ്കിലും വന്ന് വിമർശിക്കുന്നു പോലും, അല്ലെങ്കിൽ നീ അങ്ങനെയാണ്, നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയിരിക്കുന്നു, ആകെ പ്രശ്നം ഉണ്ടാക്കുന്നു, ആദ്യം കുറെ വിമർശനങ്ങൾ മാനസികമായി തളർത്തി, അല്ലെങ്കിൽ നീയൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശിച്ച് മനസ്സിൽ തളർത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ഖുർആന്റെ ശൈലിയാണ്. ആദ്യം വന്നിട്ട് തഴുകും, തലോടും, സമാധാനിപ്പിക്കുന്നിട്ട് പറയും മനുഷ്യന്മാരുടെ തെറ്റുകളൊക്കെ സംഭവിക്കും. അതിനുശേഷം മാർഗം പറഞ്ഞു. അതാണ് ഹുദം വറഹ്മ എന്ന് പറഞ്ഞത്. അതിൽ ഹിദായത്തും ഉണ്ട്, റഹ്മത്തും ഉണ്ട്, കാരുണ്യമുണ്ട്. ആർക്കല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കെന്നും അങ്ങനെയാണ് ഫീൽ ചെയ്യുക. അള്ളാഹ് അവസാനിപ്പിക്കുന്നു ചർച്ച. ഇത് അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്താണ് കേട്ടോ. ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുക. അല്ലാഹ് പറയാണ് സന്തോഷിക്കുക എല്ലാവരും. എന്തിനാണ് ഈ ഇടങ്ങേറുമായിട്ട് ബുദ്ധിമുട്ടുമായിട്ട് ഇങ്ങനെ നടക്കുന്നത്? അതിന് മാത്രം എന്ത് പ്രശ്നമുള്ളത്? ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാ കാര്യം. ഇപ്പൊ ചിന്തകളാണല്ലോ ഇവിടുത്തെ വിഷയം. നമ്മൾ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാറുണ്ട്. അതും ഇതൊക്കെ ചിന്തിച്ച് ഓവർ തിങ്കിങ് അല്ലേ? ഇന്ന് മോഡേൺ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാനസിക പ്രശ്നമാണ് ഓവർ തിങ്കിങ്. ആവശ്യമില്ലാത്തെല്ലാം ചിന്തിച്ചു കൂട്ടിയിട്ട് നമ്മൾ തന്നെ ടെൻഷൻ അനുഭവിക്കും. ആവശ്യമില്ലാത്ത കുറെ ചിന്തകളാണ്, നമ്മൾ തന്നെ ചിന്തിച്ചു കൂട്ടും, നമ്മൾ തന്നെ ടെൻഷൻ അനുഭവിക്കും. അപ്പൊ അല്ലാഹ് പറയുന്നത് അതിനേക്കാളൊക്കെ നല്ല പരിപാടി എന്താണ്? അതൊക്കെ ഒഴിവാക്കുക. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഫദ്ലാണ്, റഹ്മത്താണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാവരും സന്തോഷിക്കണം. സന്തോഷിക്കാൻ പറയാം നമ്മളോട്. ആരാ പറയുന്നത്? അള്ളാഹ് പറയാണ്. അപ്പൊ സന്തോഷിച്ചുകൂടെ എന്നുള്ളതാ. അപ്പോഴും ചില ആളുകൾ പറയും, എന്നെ കൊണ്ട് ഇതിനൊന്നും വയ്യ.
ഖുർആന് വേണ്ടിയിട്ടൊന്നും എനിക്ക് സമയമില്ല കേട്ടോ, ഞാൻ ദുഃഖിച്ച് പ്രയാസപ്പെട്ട് മനപ്രയാസപ്പെട്ട് എട്ടങ്ങേറായിട്ട് ഞാൻ ജീവിച്ചോളാം. അങ്ങനെ തീരുമാനം എടുത്ത ഒരാളുടെ വിഷയത്തിൽ ഖുർആൻ ഇടപെടാൻ കഴിയുമോ? ഒരിക്കലും ഇടാൻ കഴിയും. അത് സ്വന്തം തീരുമാനമാണ്, അതിന് മാറ്റം ഉണ്ടാക്കണം. അപ്പൊ ആ നിലയ്ക്ക് പ്രത്യേകം റമദാൻ മാസത്തിന്റെ അവസാന ഘട്ടത്തിലാണ് എത്രമാത്രം ഖുർആനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു, ഖുർആൻ നമുക്ക് നൽകിയ ആസ്വാദനം എന്തൊക്കെയാണ്, ഇത് റമദാൻ കഴിയുന്നതോടെ മടക്കി പൂട്ടി വെക്കാതെ. കാരണം അള്ളാഹ് റമദാൻ മാസം തന്നത് തുറക്കാനും മടക്കാനും അല്ല. അങ്ങനെ ഒരു തെറ്റായ ഒരു ധാരണ സമൂഹത്തിനുണ്ട്, ഇല്ലേ? അടുത്ത റമദാൻ ആകുമ്പോൾ വീണ്ടും തുറക്കും. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ചെയ്യേണ്ട കാര്യം, തുറന്ന ഖുർആൻ ഉണ്ടല്ലോ മടക്കി വെക്കാൻ പാടില്ല. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാം. ഒരു ദിവസം ഒരു 15 ആയത്തും അതിന്റെ അർത്ഥമെങ്കിലും ഒന്ന് വായിച്ചു നോക്കാൻ നമ്മൾ തയ്യാറായി. ഞാനും സമയമില്ലേ, 10 ആയത്തും അതിന്റെ അർത്ഥമെങ്കിലും ഒന്ന് വായിച്ചു നോക്കാൻ തയ്യാറായി. അപ്പൊ നമുക്കറിയാൻ പറ്റും എത്രമാത്രം ഖുർആനിന്റെ ജീവിതത്തിലേക്ക് വളരെ സാന്ദർഭികമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുമ്പോൾ പിന്നെ ആ ഖുർആനെ മാറ്റി നിർത്താൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ലാത്ത ഏറ്റവും അനുഗ്രഹീതമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടും എന്നുള്ളതാണ്. അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, അങ്ങനെയുള്ള മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് സംഭവിച്ചു പോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവനും പാപങ്ങളെയും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീൻ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനവും സമാശ്വാസവും വലിയ പരിഹാരങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ജയിലിൽ കഴിഞ്ഞുകൂടും നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ജയിൽ മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവരുടെ കുടുംബാദികൾക്ക് അള്ളാഹു സമാശ്വാസം സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നഷ്ടപ്പെട്ടുപോയ ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിന്റെ വഴിയിലൂടെ തിരിച്ചെടുക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.